ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് പുറത്ത് പോവാണ്. ഹോസ്പിറ്റലും പോകണം, പിന്നെ ഞാൻ ഹോസ്റ്റലിൽ പോവാം. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങാണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഗൈസ് എൻ്റെ അനിയൻ. ഓന് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാട്ടുന്നുണ്ട്. അപ്പുറത്ത് അനിയെത്തി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ്. നഴ്സിംഗ് ഹോമൊക്കെ കേട്ടോ പോയത്. പിന്നെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ടോക്കൺ എടുക്കാൻ പോയി. അങ്ങനെ ഡോക്ടറെ കാണിച്ച് പിന്നെ അവിടുന്ന് തിരിച്ച് പോവാട്ടോ ഗൈസ്. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് അനിയത്തിക്ക് എന്തോ ഡ്രസ്സ് എന്തോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് സ്റ്റുഡിയോയിൽ അങ്ങനെ കയറി നോക്കിയപ്പോൾ ഞാനും ജസ്റ്റ് നോക്കാമെന്ന് കരുതി. അങ്ങനെ നോക്കി വന്നപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഡ്രസ്സൊന്നും. അങ്ങനെ ഞാൻ ജീൻസൊക്കെ നോക്കി, അതും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ബോഡി വാഷ് നോക്കാൻ കരുതി. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടപ്പോൾ ഇത് വാങ്ങി. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ നോക്കി. ലിപ്സ്റ്റിക്കും എനിക്ക് വലിയ പിടുത്തം കിട്ടിയില്ല. അപ്പം ഞാനതും അവിടെ വെച്ചു. പിന്നെ ഞാൻ രണ്ട് സോക്സ് വാങ്ങി. പിന്നെ ഉമ്മയൊക്കെ ചുരിദാറൊക്കെ നോക്കിയെന്ന്, പക്ഷേ ഇമ്മാക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. അപ്പോൾ ഓരതൊക്കെ അവിടെ വെച്ചു. പിന്നെ ഉമ്മ കുറച്ച് ടീഷർട്ട് കാണിച്ചു തന്നു. അപ്പോൾ അതിലെന്തൊക്കെയോ ഓൾക്ക് ഇഷ്ടപ്പെട്ടു, ഓൾ വാങ്ങി. അത് ബില്ല് ചെയ്തു. അങ്ങനെ അതൊക്കെ ബില്ല് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതി. അങ്ങനെ കടയിൽ കയറി. ഇവനാണെങ്കിൽ ഒന്നും പറ്റുന്നില്ല കേട്ടോ, അവിടുത്തെ ഒന്നും ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ ഗാർലിക് ബ്രെഡ് വാങ്ങി. പിന്നെ മൊഹിത്തോയും കൂടി വാങ്ങിയിരുന്നു. ബ്ലൂബെറി മൊഹിത്തോ കേട്ടോ വാങ്ങിയത്. ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ ഒരു കേക്ക് വാങ്ങിയിരുന്നു. വാഞ്ചോ കേക്ക് കേട്ടോ വാങ്ങിയത്. വേറെ ഇഷ്ടപ്പെട്ട കേക്കൊന്നും അവിടെ കണ്ടില്ല. അപ്പോൾ പിന്നെ വാഞ്ചോ കേക്ക് വാങ്ങാമെന്ന് കരുതി. പിന്നെ ക്യാമറിൻ്റെ ടെൻഡർ കോക്കനട്ട് ഫ്ലേവറുള്ള 3 ഐസ്ക്രീം വാങ്ങി. അങ്ങനെ അതൊക്കെ കൊടുത്ത് ബില്ല് ചെയ്ത് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടാളും ഇവിടെ നിർത്തി. ഞാനും ഉമ്മയും ഫാൻസി പോയിട്ട് കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോഴാണ് ഇവർ പിന്നാലെ വന്നിട്ട് ഇവർക്ക് മോതിരം വേണം പറഞ്ഞ് വാശി പിടിച്ചത്. അങ്ങനെ അതും വാങ്ങി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, ഐലൈനർ, പെന്ന്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അതും വാങ്ങിയിട്ട് പിന്നെ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് കുറച്ച് നടക്കാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഇവിടെ എത്തി. അങ്ങനെ സാധനങ്ങളൊക്കെ ഓല് ബാക്കിലൊക്കെ വെച്ച് ഞാൻ വേഗം കാറിൽ കയറിയിരുന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഞങ്ങൾ പോയി. പിന്നെ കുറച്ച് സ്നാക്സ് കൂടെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വേറെ കടയിൽ കയറിയിട്ട് ലേസും കേക്കും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഇതിൻ്റെ ഫേവറേറ്റ് ആട്ടോ ഗൈസ്. അത്രക്കും എനിക്കിഷ്ടമാണ് ഈ സാധനം. പിന്നെ ഞാൻ ഈ പുളിയിഞ്ചിയും വാങ്ങി. പിന്നെ ഈ മിഠായി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ മൂന്നാളത് കഴിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ചു കേട്ടോ. എല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഇമ്മാൻ്റെ കുടീൻ്റെ അങ്ങോട്ട് എത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അപ്പോഴാണ് ഇവിടുത്തെ മെയിൻ താരം ഫാത്തിമ. പിന്നെ ഒരാൾ ഇവിടെ പുതിയ ജേഴ്സി ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓൻ ഭയങ്കര റൊണാൾഡോൻ്റെ ഫാനാന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.